എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞങ്ങൾ ഇന്ന് വന്നത് അശ്വമേധം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഭവന സന്ദർശനത്തിനാണ്. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ശരീരത്തെ കലകളോ മാറാത്ത വ്രണങ്ങളോ അല്ലെങ്കിൽ കൈകാലുകളിൽ മരവിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ആർക്കെങ്കിലും? സിസ്റ്റർ, എൻ്റെ മോളുടെ പുറത്ത് ഒരു പാടുണ്ട് കുറച്ചായിട്ട്. എന്നാലേ പ്രശ്നമൊന്നുമില്ല അതിനെ കൊണ്ട്. ഇല്ല ഇല്ല. എന്നാലും നമുക്കൊന്ന് നോക്കിയാലോ അത്? എന്നാ നോക്കാം ഞാൻ. സർ, കഴിഞ്ഞ ദിവസം ലെപ്രസി സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് സംശയം തോന്നിയ ഒരു കുട്ടിയെ റെഫർ ചെയ്തിരുന്നില്ലേ? അതിൻ്റെ റിസൾട്ട് എന്തായെന്ന് അറിയാമോ? ഞാനത് പറയാൻ വരുമായിരുന്നു സിസ്റ്റർ. ആ കുട്ടിയുടെ അമ്മയുടെ നാളെ എന്നെ ഒന്ന് കാണാനായിട്ടൊന്ന് പറയണം. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, നോക്കിയിട്ടൊന്ന് പറയാം. ശരി സാർ. സാറേ, എൻ്റെ മോക്ക് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ശരിക്കും എന്താണ് അസുഖം സാറേ? ലെപ്രസി അഥവാ കുഷ്ഠരോഗം എന്ന് പറയുന്നൊരു അസുഖമാണ്. വായുവിലൂടെയാണ് ഇത് പകരുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് കൂടുതലായതുകൊണ്ട് തന്നെ ശരീരത്തിൽ അണുക്കൾ കയറിയാൽ അത് രോഗം പ്രകടമാകാനായിട്ട് മിനിമം ഒരു 3-4 കൊല്ലമെങ്കിലും എടുക്കും. സാറേ, ഈ അസുഖം ശരിക്കും ചികിത്സിച്ചാൽ മാറുമോ സാറേ? ബുദ്ധിമുട്ടുണ്ടാവുമോ എന്തെങ്കിലും? ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. മോളുടെ അസുഖം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. ഇത് കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ ഇതുമൂലം ഉണ്ടാകുന്ന അംഗവൈകല്യങ്ങൾ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഈ അസുഖം പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. ഈ അസുഖം മറ്റൊരാളിലേക്ക് പകരാതിരിക്കുവാനും സാധിക്കും. പക്ഷേ ഞാൻ പറയുന്ന മരുന്ന് മുടങ്ങാതെ കൃത്യമായ അളവിൽ കൃത്യമായ കാലയളവിൽ കഴിക്കേണ്ടതുണ്ട്. ഇതിനുള്ള ചികിത്സയും മരുന്നുകളും തികച്ചും സൗജന്യമായി എല്ലാ സർക്കാർ ആശുപത്രികളിലും കിട്ടുന്നതാണ്. കുട്ടിയല്ലേ സാർ? സ്കൂളിലൊക്കെ അയക്കുമ്പോൾ അവിടെ എന്തെങ്കിലും വിഷയം വരുമോ? വീട്ടിലും പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടേ. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. എല്ലാ ആൾക്കാരിലേക്കും ഈ അസുഖം പകരില്ല. ഈ അസുഖത്തിനോടുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ മാത്രമേ ഇത് വരാൻ സാധ്യതയുള്ളൂ. മരുന്ന് തുടങ്ങി ഏതാനും ഡോസുകൾക്കകം തന്നെ ഇതിൻ്റെ പകർച്ച പൂർണ്ണമായും നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഈ സ്കൂളിൽ പോകുന്നതുകൊണ്ടോ ബാക്കി കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതുകൊണ്ടോ അവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതുകൊണ്ടൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. നിറം മങ്ങിയതോ സ്പർശനശേഷി കുറഞ്ഞതോ കയ്യിലോ കാലിലോ എന്തെങ്കിലും തരിപ്പോ ഒക്കെ ആരെങ്കിലും രോഗലക്ഷണം വീട്ടിലുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ അവരോട് എത്രയും പെട്ടെന്ന് ആരോഗ്യ പ്രവർത്തകരെ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് പറയണം. അശ്വമേധം 6.0 ക്യാമ്പയിനിൽ ഭാഗമാണ്. 2027 കൂടി സീറോ ലെപ്രസി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കും. അശ്വമേധം 6.0. പാടുകൾ നോക്കാം, ആരോഗ്യം കാക്കാം.